കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഇടിഞ്ഞ ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗം പൊളിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. തൊഴിലാളികൾ ടവറിന് മുകളിൽ കയറിയാണ് പൊളിക്കുന്നത്. നിലവിൽ 1ഉം 4ഉം ട്രാക്കിലൂടെയാണ് ട്രെയിനുകൾ കടത്തിവിടുന്നത്. മറ്റു ട്രെയിനുകളുടെയും സമയക്രമത്തെ നേരിയ തോതിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഡെൽന ലാസർ വിവരങ്ങൾ നൽകും. കോഴിക്കോട് നിന്ന് ഡെൽന, ഇപ്പോൾ പൊളിക്കുന്ന പണി അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ട്രെയിനുകൾ ട്രാക്ക് മാറ്റി വിടുന്നുമുണ്ടെന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതേ ജിൽസി, ഇതിന്റെ ക്ലോക്ക് ടവർ പൊളിഞ്ഞതിന്റെ നേരിയ ഇനിയും അവശിഷ്ടങ്ങൾ, അതിന്റെ അവശേഷിക്കുന്ന ഭാഗം പൊളിച്ചു നീക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലത് തൊഴിലാളികൾ ഡ്രില്ല് ഉപയോഗിച്ചാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇത് വളരെ ഉയരത്തിലുള്ള ഒരു കെട്ടിടമാണ്. അതുപോലെ തന്നെ ഇതിലെ ഒരടിയോളം വീതി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. വളരെ സമയമെടുത്ത് തന്നെയായിരിക്കും ഇത് കഴിയുക. മണിക്കൂറോളം എടുക്കും. ഇത് അധിക സമയമെടുക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ ട്രെയിൻ ഉപയോഗിച്ചോ മറ്റു ക്രമീകരണങ്ങളോ കൊണ്ടുവരും. ഇത് 2 ട്രാക്കിൽ ട്രെയിൻ ഓടുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതത്തെ അത് വളരെ മോശമായി തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ അധികൃതർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ട്രെയിനുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ ജനശതാബ്ദി കല്ലായിൽ നിന്നാണ് തുടങ്ങിയത്. 1:45 ഓടേണ്ട ജനശതാബ്ദി 3 മണി കഴിഞ്ഞ് വൈകിയാണ് ഇന്നലെ ഓടിയിട്ടുള്ളത്. നിലവിൽ ഇന്ന് അത് 1:45 തന്നെ കോഴിക്കോട് നിന്നും തന്നെ പുറപ്പെടും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാസഞ്ചർ ട്രെയിനിനെ പറ്റിയിട്ടാണ്. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ കോഴിക്കോട് എത്തത്തില്ല. അത് വെസ്റ്റ് ഹില്ലിൽ തന്നെ അവസാനിപ്പിച്ച്, അതായത് 9:05 എത്തേണ്ട ട്രെയിനാണ്. അത് വെസ്റ്റ് ഹില്ലിൽ അവസാനിച്ച് തുടർന്ന് ഒരു 2:05 വെസ്റ്റ് ഹില്ലിൽ തന്നെ കണ്ണൂരിലേക്ക് പുറപ്പെടും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം KSR യശ്വന്ത്പൂർ ബാംഗ്ലൂർ എക്സ്പ്രസും കോഴിക്കോട്ടേക്ക് എത്തും. അതും ഇന്നലെ മറ്റൊരു സ്റ്റോപ്പിൽ നിന്നാണ് ആരംഭിച്ചത്. നിലവിൽ ഇതിന്റെ ക്രമീകരണങ്ങൾ ഇത്തരത്തിലാണ് ജിൽസി.